എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഞാൻ ഇതിലേക്കൂടെ വേണമെങ്കിൽ ഇപ്പോൾ ഓടിച്ചാടി അതുപോലത്തെ എക്സൈറ്റ്മെന്റ് എനിക്ക്. ഞാൻ എന്റെ കല്യാണത്തിന് പോലും മേക്കപ്പ് ഇട്ടിട്ടില്ല. അടി തുടങ്ങി ഒരു വഴക്കാം. ഒരു ഡെസ്റ്റിനേഷൻ പറയുമ്പോ അയ്യോ അവിടെ ബോംബ് വീഴും, ഇവിടെ ബോംബ് വീണതാ. Hey guys, welcome to the two of us. It's me Nikhil. This is Anju. So ഇത് നമ്മുടെ ഇന്ത്യ ടു കാനഡ വ്ളോഗിന്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നിങ്ങൾ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്താൽ കാണാം, അല്ലെങ്കിൽ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടേക്കാം. അതെ, നേരത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചത് നമ്മുടെ ഹാലിഫാക്സിൽ നിന്ന് നമ്മൾ ദുബായ് ഫ്ലൈറ്റ് കയറുന്നിടം വരെയായിരുന്നു നമ്മൾ കാണിച്ചത്. ഇതിൽ നമ്മൾ ദുബായിൽ എക്സ്പ്ലോർ ചെയ്തതും നമ്മൾ ഇവിടുത്തെ ഫാമിലിനെ സർപ്രൈസ് ചെയ്തൊക്കെയാണ് കാണിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ വീട്ടിലെത്തിയതും നാട്ടിലത്തെ കാര്യങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. അത് മിസ്സാവാതിരിക്കാൻ do subscribe. make sure to and stay subscribe. tuned. So let's get into the video. ഇത്രയും എംപ്റ്റി ഫ്ലൈറ്റിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ട്രാവൽ ചെയ്യുന്നത്. കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് ചൂസ് ചെയ്യായിരുന്നു. ഇടയ്ക്ക് വലിയൊരു ടർബുലൻസ് ഉണ്ടായിരുന്നു, അതൊഴികെ ഇറ്റ് വാസ് എ നൈസ് ജേർണി. ഫ്ലൈറ്റ് കയറിയപ്പോൾ തന്നെ നമുക്കൊരു പോളറോയിഡ് പിക്ചറൊക്കെ ഇവിടെ എടുത്ത് തന്നെ. ഇത് കോംപ്ലിമെൻ്ററി ആണ്. ഫസ്റ്റ് ഫ്ലൈറ്റിൽ പഠിച്ചതല്ലേ വീടല്ലേ നടന്ന് പെട്ടെന്ന് പോവാ. ഞങ്ങൾ എല്ലാവരെയും സർപ്രൈസ് ചെയ്യാൻ പോവാ. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാമിലി, ഇവന്റെ ഫാമിലി, ഞങ്ങൾ രണ്ടുപേരെയും ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഇതുവരെ കണ്ടിട്ടേ ഇല്ല. സോ വി ഗോണ സർപ്രൈസ് ദം. ഞങ്ങളിപ്പോ ദുബായിലെത്തി. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നാട് വരെ ഒരു ഫുൾ സർപ്രൈസസ്. നമ്മളാണ് അവർക്ക് മീൻസ് അവർക്ക് അറിയില്ലല്ലോ. വി ആർ വെരി എക്സൈറ്റഡ്. അവരുടെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് അല്ലേ. ഫസ്റ്റ് നമ്മൾക്ക് ഇവിടുത്തെ സർപ്രൈസ് നോക്കാം. ഞങ്ങളുടെ ഇമിഗ്രേഷൻ പെട്ടെന്ന് ക്ലിയർ ആയി. അവർ സിമ്മും തന്നു. എൻ്റെ അനിയത്തിയൊക്കെ ഇപ്പൊ വരും. വാവയും റിലു ആണ് ഇപ്പൊ വിളിക്കാൻ വരുന്നത്. ആക്ച്വലി റിലുവിനും ഞങ്ങളൊരു സർപ്രൈസ് ആക്കി വെച്ചതാണ്. പക്ഷെ വിസയുടെ എനിക്കൊരു ചെറിയ ഡിലേ വന്നപ്പോൾ വാവ അറിയാതെ റിലുവിന്റെ അടുത്ത് പറഞ്ഞു പോയി ഉജിയുടെ വിസ ഇതായിന്ന്. അപ്പൊ റിലു ഇങ്ങനെ ഉജി ഈസ് കമ്മിങ്, അങ്ങനെയാണ് റിലു പറഞ്ഞത്. അല്ലെങ്കിൽ അതുകൊണ്ട് റിലുവിനെ സർപ്രൈസ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ അതൊക്കെ എനിക്ക് മോച്ചന് റീജമ്മയുടെയൊക്കെ റോഹനെയൊക്കെ എങ്ങനെയായിരിക്കും അതെനിക്ക് കാണണം. നമ്മളൊരു 10 മിനിറ്റ്സിൽ അവരെ മീറ്റ് ചെയ്യും. അയ്യോ എനിക്ക് മേലായി. ഓ മൈ ഗോഷ്, ഞങ്ങളിതാ എക്സിറ്റിലോട്ട് ഇതാ എത്തുന്നു. എക്സൈറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞ ഞാൻ ഇതിലേക്കൂടെ വേണമെങ്കിൽ ഇപ്പോൾ ഓടിച്ചാടി അതുപോലത്തെ എക്സൈറ്റ്മെന്റ് എനിക്ക്. അവരകത്തോട്ട് വരും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് ഒളിച്ചു നിൽക്കുക. അവര് വന്നിട്ട് നമ്മള് നേരത്തെ എത്തി, അവര് ദൂരം കാണത്തില്ല. നമ്മളെ പെട്ടെന്ന് കാണുമ്പോൾ റിയാക്ഷൻ അറിയാം. Anju and Uji. And I look dead and sleepy. Anyways, let's go.
റീച്ചിങ് ദ ഡോർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. ഇപ്പൊ നമ്മൾ കാണും. അത് ഷൂട്ട് ചെയ്യട്ടെ, എന്നാലും എനിക്കിത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഹലോ. അയ്യോ വാ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുള്ളൂ. അത് ശരി. റോഹൻ നോക്ക്. ഇവിടെ ഇറങ്ങുമ്പോ കുഴപ്പമില്ലായിരുന്നല്ലോ. ഒരു 7 മണിയായപ്പോ അലർട്ട് വന്നായിരുന്നു. Rohan, how does it feel meeting your alien? It feels good. Okay. എന്താ Amazing feeling, guys. Like അളിയനോട് എന്താ ഒന്നും ചോദിക്കാത്തെ? നല്ല മഴയായിരുന്നു. ഞാൻ സ്റ്റിച്ചിനെ കൊണ്ടുവന്നു. ഇത് ആക്ച്വലി ആദ്യമേ കൊടുത്ത് അപ്പൊ വീഡിയോ എടുത്ത്. പക്ഷെ ഇതുപോലത്തേക്ക് തന്നെ റിയാക്ഷൻ ആയിരുന്നു. വെരി നാച്ചുറൽ. റോഹൻ വളരെ നല്ലൊരു കലാകാരനാണ്. അവന്റെ ഒരു കഴിവാണ് അത്. അടുത്ത കഴിവ് ദാണ്ട അത് വീടിന്റെ എല്ലാ മുക്കിലും മൂലയിൽ എന്നത് ഞാൻ കാണിച്ച് ഫാമിലി. ഇതാണോ നിന്റെ ഫാമിലി? ഞങ്ങളിപ്പം പുറത്തൊക്കെ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുവാണ്. ഞാൻ എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരി ഇടണം. വാവ ഞാൻ കൊണ്ടുവന്ന ഉടുപ്പൊക്കെ ആയിട്ട് നോക്കുവാണ്. ഉജി ഓൾറെഡി റെഡി ആയി കഴിഞ്ഞു. റിലു എന്നെ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അതെ, ഗ്ലാസ് അത്ര ക്ലിയർ അല്ല. കുഴപ്പമില്ല. വേണ്ട എന്നതാ സോറി എന്നൊക്കെ. ഇത് എന്താ അറിയില്ല പറഞ്ഞു കൊടുക്കുക. This is curling. See guys, this is an attempted curl. സ്ട്രൈറ്റ്. She only likes straight hair. Other Indian straight she likes. I don't like. I like curly hair. ഇത് നമ്മുടെ മുഖത്തിന്റെ മേക്കപ്പിനാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. മാം എന്താ Guys, hit me up for any makeup inquiries. നമ്മൾ ബ്ലഷ് ഇട്ടു, ഒരു മറ്റേ ഡാർക്ക് സർക്കിൾ ഇച്ചിരി കവർ ചെയ്തോ? Yeah, concealer ഇട്ടു. പ്രൊഫഷണൽസ് ഇത് സീരിയസ് ആക്കണ്ട. ഇങ്ങോട്ട് നോക്കിയ ഞാൻ എന്റെ കല്യാണത്തിന് പോലും മേക്കപ്പ് ഇട്ടിട്ടില്ല. അതാണ് ഇവിടുത്തെ പോയിന്റ്. റിലു ഇല്ലായിരുന്നു അപ്പോൾ. വിസ വെച്ച് കിട്ടിയില്ല, ഇവൾക്കും കിട്ടിയില്ല, ഇവൾക്കും കിട്ടിയില്ല. ഒരാഴ്ചയിൽ തന്നെ റിജക്ഷൻ. റീസൺ എന്താ? റീസൺ പറ. തിരിച്ചു വരില്ല. ഇവർക്ക് ഇഷ്ടമല്ല കാനഡ. സോ അവരൊരിക്കലും നിക്കത്തുമില്ല അല്ലേ?
അത് പറയാറുണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടമല്ല. ഇനി എന്താ വേണ്ടത്? ഇത്ര മതിയല്ലേ? മസ്കാര ഞാൻ ഇച്ചിരി ഇട്ടായിരുന്നു. ഇല്ല, അറിയുന്നില്ല. അങ്ങനെ ഇച്ചിരി കൂടി ഇടാം. Okay, this is nice. പക്ഷെ lashes പറയുന്നുണ്ടല്ലോ. മെല്ലെ വെയിറ്റ്. എനിക്കൊന്ന് റൈറ്റ് സൈഡിലാണ് കൂടുതൽ. ഇതാണോ റൈറ്റ്? ദിസ് ഈസ് റൈറ്റ്. എന്റെ യൂട്യൂബ് ചാനലിന്റെ ആൾക്കാരോട് പറ, സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഇത് ഞങ്ങളുടെ ഫാൻ ആട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആരാ അടിച്ചു ആരെങ്കിലും? റോഹൻ എങ്ങനെയുണ്ട് അളിയൻ? ആണോ? അളിയൻ ഹൗ ഇസ് കുഞ്ഞളിയൻ? സോറി 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 സോറി. ഈ അവസരത്തിൽ പറയാനുള്ളത്, അനന്തരവളെ കണ്ടിട്ട് കൊറേ വർഷം, 3 വർഷം. നയനയുടെ കല്യാണത്തിനല്ലേ ലാസ്റ്റ് കണ്ടത്? നയനയുടെ കല്യാണത്തിന് ശേഷം വീണ്ടും കണ്ടുമുട്ടി. പിന്നെ അടുത്ത എന്റെ കല്യാണത്തിന് എല്ലാവരെയും കാണും. തീർച്ചയായിട്ടും എല്ലാവരുടെയും കല്യാണത്തിന് വേണ്ടി കൊച്ചം പ്രാർത്ഥിക്കും. ഞാൻ ഉണ്ടായിരിക്കും. ഫസ്റ്റ് മിനിറ്റില് ഒപ്പം അടിച്ച് പിന്നെ എക്സ്ട്രാ ടൈമിൽ കയറി. എക്സ്ട്രാ ടൈമിൽ പിന്നെ ഞങ്ങൾ പോരാട്ടത് സാധനം പെനാൽറ്റി ഇരുന്നു. ഞാൻ പെനൽറ്റി പിന്നെ ചേച്ചി എന്നെ ഡിസ്ട്രാക്ട് ചെയ്തു. വ്ലോഗ് എടുത്ത് എന്നെ ഡിസ്ട്രാക്ട് ചെയ്തു വിത്ത് 1 goal. വീഡിയോ എടുത്തപ്പം ഇവര് തമ്മിൽ കണ്ടുമുട്ടുന്ന വീഡിയോ ഇല്ല. അപ്പൊ ഒന്നും കൂടെ നമ്മള് റീക്രിയേറ്റ് ചെയ്യുക. റീക്രിയേറ്റ് ചെയ്യുക. ഒന്നടാ കെട്ടിപ്പിടിച്ചോ കരഞ്ഞു. ഞങ്ങള് പുറത്തു പോയിട്ട് വരാം. ദുബായ് മോളിൽ വന്നു. ഇനിയും ഞങ്ങൾ പ്രത്യേകിച്ച് അങ്ങനെ പ്ലാൻസ് ഒന്നും നമ്മൾ സെറ്റ് ചെയ്തിട്ടൊന്നും ഇല്ല. നമുക്ക് നോക്കാം. നമ്മളിവിടെ ഫസ്റ്റ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഞങ്ങള് ബാവയും റിലും ഞാനും ഉജിയുമാ വന്നേക്കും. റിലു ദ ഗൈഡ്. അവരിങ്ങനെ കറങ്ങും, റിലു ഇങ്ങനെ ഓരോരുത്തർക്ക് കൊണ്ടുപോകും. ഇവരാണ് ഞങ്ങളുടെ ക്യാമറാമാൻ ആൻഡ് ലൈറ്റ്സ് ഗേൾ. ഓ യാ, ദാറ്റ്സ് നൈസ്. യാ, എവിടെയെങ്കിലും. Going to show her Burj Khalifa. Let's see. അവരോട് കണ്ണടച്ച്, ഇറ്റ്സ് പ്രിറ്റി സ്ലോ. അവരോട് കണ്ണടച്ചിരിക്കാനാ പറഞ്ഞ ടു സീ ദ വ്യൂ. ഓ യാ, ഓക്കെ ഗൈസ്, they're gonna see the view. ഇവിടെ ഡയറക്ടിങ് സ്കിൽസ് ആണ് കാണുന്നത്. ഇത് കഴിയുമ്പോഴേ കുക്കി മേളവരെ കാണിച്ചാൽ മതി. എന്നെ എടുക്കില്ല, ഞാൻ അന്തായിട്ട് നിക്കേ. എനിക്ക് കണ്ണ് കാണുന്നു. നീ എന്തിനാ അത്ര നിക്കുന്നത്? ഇങ്ങോട്ട് വാ, ഞാൻ പറയുമ്പോ നിക്കണം. ഇച്ചിരി പറയില്ലേ? ഉജി ഇച്ചൂടെ ഇങ്ങോട്ട് നീങ്ങി നിന്നു. Oh, that was nice. എനിക്ക് ആൾക്കാരെ കണ്ടിരുന്നു. നമ്മളിപ്പോ ഫൗണ്ടൈൻ ഷോ കാണാൻ വന്നതാണ്. ഇപ്പൊ 1:30. അയ്യോ,
ഇപ്പൊ പറക്കണം. ഇപ്പൊ 1:27 ആയ സമയം, 1:30 സ്റ്റാർട്ട് ചെയ്യും. സോ നമ്മള് ഇച്ചിരി വെയിലില്ലാത്ത ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ നല്ല രസമുണ്ട്, കാറ്റൊക്കെ ആയിട്ട്. അതെ, തണലും ഇച്ചിരി കാറ്റും. 1:30 ആയിട്ടും ഇതുവരെ ഒന്നും വന്നില്ല. ഇന്നുണ്ടാവോ അറിയില്ല. ഞങ്ങൾ 1:31 വരെ നോക്കും. ഇനി ആളുകൾ കുറവായതുകൊണ്ടാണോ എന്തോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇതിപ്പം ഇല്ലായിരുന്നു. പക്ഷെ എന്റെ ഇത് സ്കെഡ്യൂൾസിൽ കാണിച്ചതുണ്ടെന്നാ, അതുകൊണ്ട് ഇല്ലാതുകൊണ്ട് നമ്മൾ പോകുന്നു. ചതിച്ചു. ഇത് സെഫോറയുടെ ഫ്രണ്ടിലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഡ്രസ്സുണ്ട്. നമ്മുടെ അവിടുത്തെ അത്ര പോരാ. ബിക്കോസ് നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? ഓ ഓക്കെ, കുറെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അക്വേറിയത്തില്. നമ്മൾ അകത്ത് കയറുന്നില്ല, നമ്മൾ പുറത്തുനിന്നേ കാണുന്നുള്ളൂ. നമ്മളുടെ ഇത് കുറേ പ്ലാൻസ് ഉണ്ട്, അതുകൊണ്ട് സോ ബ്യൂട്ടിഫുൾ. ഭയങ്കര വലുതാ. ഇത് അടി തുടങ്ങി ഒരു വഴക്കം. I like seeing my husband with my sisters. I mean, I like the way they bond, talk and everything. ഡൈനോസറിനെ കാണിച്ചു തരാം. ഞങ്ങളുടെ ലിലു ആണ് പറഞ്ഞത് ഇത് ഒറിജിനൽ ഡൈനോസറിന്റെ ആണെന്ന്. ലിലുവിനെ കാണിക്കൂ. ഇത് ഒറിജിനൽ ഡൈനോസറിന്റെ സ്കെൽട്ടൺ ആണ്. Giant അല്ലേ ഡൈനോസർ? So dinosaurs were this big അതെ. and we're this small. പേര് ഏത് സ്പീഷീസ് ആണെന്നുള്ളത് Look, it's long. കണ്ട് കണ്ട്. നമ്മൾ വന്ന കേറിയ സ്ഥലമാണ്. നമ്മൾ തിരിച്ചു പോവാണ്. ബിക്കോസ് ഉച്ചയ്ക്ക് വിശന്നു, പുറത്തിറങ്ങി അപ്പൊ വിശക്കുന്നു, മുള്ളണം. മിക്സ്ഡ് ഗ്രിൽ, ഇതിനകത്ത് എല്ലാം ഉണ്ട്. ലാമ്പ് ഉണ്ടായിരിക്കും അല്ലേ? ലാമ്പ് ഉണ്ട്, മട്ടൺ ഉണ്ട്, ചിക്കൻ ഉണ്ട്. റൈസോ? ഇതിന്റെ അറൈസ് ലൈക് ബുബൂസിനകത്ത് മീറ്റ്. ഓക്കെ ഓക്കെ. ചിക്കൻ, മട്ടൻ, എവറിത്തിങ്. ഓക്കെ. ഞങ്ങൾ ഒരു സ്ഥലത്ത് പോയിട്ട് കബാബൊക്കെ കഴിച്ചു. ഇന്നിവിടെ റമദാൻ ആയതുകൊണ്ട് എല്ലാം ഇഫ്താറിന്റെ സമയമായതുകൊണ്ട് ക്ലോസ് ചെയ്തു. അപ്പം നമുക്ക് കിട്ടിയൊരു സ്ഥലത്ത് നമ്മൾ പോയി കഴിച്ചു. പക്ഷേ ഇറ്റ് വാസ് നൈസ്. പിന്നെ ഇവിടെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഞങ്ങളുടെ വേറൊരു കസിനെ കാണാനാ. 5 വർഷമായി അവരെ കണ്ടിട്ട്. സോ അവരുടെ അടുത്തോട്ട് പോകാമേ. I'm not interested. Thank you. അപ്പൊ വിളിച്ചിരുന്നു. എടാ ഞാൻ ആരാടാ? ഇങ്ങനെ ഒരാളെ നീ കണ്ടിട്ടുണ്ടോ?
പാർക്കത് ചാടി ഞാനാരാടാ അഞ്ചുമാവി അടിയുവോ അയ്യോ എനിക്ക് പേടിയാവുന്നു. ഇതൊക്കെ സർവ്വസാധാരണ. ടാറ്റാ പോവാണേ. ഈസ് എ പാവം ഗായ്. എന്ത് പറഞ്ഞാലും വിഷമം വന്നാലും ദേഷ്യം വന്നാലും ചിരിച്ചുകൊണ്ടിരിക്കും. റേസ് വേണമെന്ന് റിലു ഇതൊക്കെ അയ്യോ അവൻ ഇങ്ങോട്ട് ചെയ്തേ. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. അപ്പൊ ഇവാന്റെ സ്കൂട്ടർ റിലു കളിക്കുക. ഇവ അതാ നിന്റെ എല്ലാം എടുത്തിട്ട് പോകുന്നു റിലു. അതിനകത്ത് 80 kg വരെ കയറും. നമ്മളിപ്പം ദുബായ് ക്രീക്ക് ഹാർബറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പം കുറേ പോകാൻ സ്ഥലം ഉണ്ടെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ പറയുമ്പോൾ അയ്യോ അവിടെ ബോംബ് വീഴും, ഇവിടെ ബോംബ് വീണതാ, അങ്ങനത്തെ കുറച്ച് സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഇനി നമ്മുടെ ഫ്ലൈറ്റിന് 7 hours കൂടെ. അതുവരെ നമ്മൾ ഇവിടെ കറക്റ്റ് നടക്കണം. ബുർജ് ഖലീഫ അവിടെ കിടന്നിങ്ങനെ തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല രസമുണ്ട് ഇവിടെ മൊത്തത്തിൽ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. മുടിയൊക്കെ പോയി ഒരു പരുവായി. ദിസ് ഈസ് സച്ച് എ ക്യൂട്ട് പ്ലേസ് അല്ലേ ഇങ്ങനെ. ആൻഡ് വി ഹാവ് ദി ബുർജ് ഖലീഫ വ്യൂ. ഇവിടെ കുറെ സാധനം നടന്ന് കാണാനുണ്ടെന്ന് ഇവര് പറയുന്നു. നമുക്ക് പോവാനുള്ള ടൈമൊക്കെ ആയി. അപ്പൊ നമ്മൾ കുറച്ചിങ്ങോട്ട് നടക്കട്ടെ, നോക്കട്ടെ എന്തൊക്കെയുണ്ടെന്നൊക്കെ നോക്കട്ടെ. എന്തൊക്കെയോ പറഞ്ഞു പിടിപ്പിച്ചിട്ടുണ്ട്. ഇവര് വാവേ റിലു ആണ് ഞങ്ങളുടെ ടൂർ ഗൈഡ്സ് എന്നത്തെ. കാണിക്കട്ടെ ഗൈഡ്സ്. വാവയ്ക്ക് റിലു പിക്ചർ എടുത്ത് കൊടുക്കുക. ഇവിടെ ഭയങ്കര തിരക്കായിരുന്നു ഈ ഒരു സ്ഥലത്ത്. പിന്നെ ഒരാള് ഇങ്ങനെ എണീച്ച് പോയപ്പോ ഞങ്ങള് വന്നിരുന്നതാ. ബൈ ഗൈസ്. എല്ലാരും കരഞ്ഞോളൂ. പൊട്ടിക്കരഞ്ഞോ? കരയില്ലടാ ഇങ്ങനെ. ചേച്ചി ഇങ്ങനെ എന്നാ കാണുന്നത് നേരത്തെങ്കിലും. See you soon. Drink. Yes, of course. Bye guys. Until next time. Yep.